Hey guys, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലാബ് 18 എന്ന് പറയുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് സെറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഒന്നിലേക്കുള്ള റിലേഷൻ നമ്മൾ ഒരു ഇമേജിനെ ഫംഗ്ഷന്റെ അണ്ടറിൽ അങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലിമെന്റും ഫസ്റ്റ് സെറ്റിൽ നമ്മൾ എന്താ പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഡൊമെയിനിൽ നിന്നുള്ള എല്ലാ എലിമെന്റ്സിനും ഇവിടെ ഇമേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്, ആ റിലേഷൻ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പം ഫംഗ്ഷൻസിൽ 1 ഫംഗ്ഷൻസ്, ഓൺ ടു ഫംഗ്ഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജിയോമെട്രിക്കലി നമ്മൾ കാണുകയാണ് ഫസ്റ്റ് എയിം. രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫംഗ്ഷൻസിന്റെ ഈ ഡൊമെയിനും കോഡൊമെയിനും ഒക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ 1 ഓൺ ടു ആക്കി മാറ്റാൻ പറ്റും അല്ലെ. അങ്ങനെ 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ആ റെസ്ട്രിക്ഷൻ നടത്തുന്നത്, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതിനകത്ത് കോമ്പസിഷൻ നിങ്ങളുടെ എയിമിൽ ഉണ്ടാവും, പക്ഷെ നമുക്ക് അത് ഇപ്രാവശ്യം ആവശ്യമില്ല. സോ രണ്ട് എയിംസ് ആണ് നമുക്കുള്ളത്. റെഡി അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓൺ ടു ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ വരുന്നത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു x² എന്ന് പറയുന്ന ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. x² നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇനി a എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ഉണ്ടാക്കുന്നു, 0a എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് അങ്ങ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ട് ബോക്സിൽ x² എന്ന് പറയുന്ന ഫംഗ്ഷൻ അടിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നത് a ആണ്, നമ്പർ സ്ലൈഡർ ആണ് വേണ്ടത്. ഒരു ഇൻക്രിമെന്റിൽ നമുക്കൊരു -10 to 10 കൊടുക്കാം അല്ലേ. -10 to +10, ഇൻക്രിമെന്റ് ഒരു 0.01 കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ലൈഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി എനിക്ക് വേണ്ടത് എന്താണെന്നറിയാമോ, 0a എന്ന് പറയുന്ന പോയിന്റ് ആണ്. 0a എന്ന് പറയുന്ന പോയിന്റ്. എടാ, ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ മക്കളെ, 0,a. ഇപ്പം ഈ സ്മോൾ എക്കാണ്, നിങ്ങളിപ്പോൾ ഇവിടെ a എന്ന് പറയുന്ന പോയിന്റ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ എക്കാണ് എന്ത് വേണ്ടത്, നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിതിന് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെയിമും വാല്യൂവും കൂടെ കാണിക്കുന്ന രീതിയിൽ ആക്കുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് ഞാൻ ഇങ്ങനെ എയുടെ വാല്യൂ ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പോയിന്റ് മാറി 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 വരുന്നുണ്ട്. ഓൾ റൈറ്റ്. ഇനി ഞാൻ ചോദിക്കട്ടാ, 0a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ y വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്. ഇനി ഞാനിവിടെ ചെയ്യുന്നത്, ഈ a എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. എയിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എങ്ങനെ വരയ്ക്കുക, ഇവിടെ പെർപെൻഡിക്കുലർ ലൈനിലുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് പോയിന്റിലൂടെയാണോ പാസ് ചെയ്യേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഏത് ലൈനിനോടാണോ പെർപെൻഡിക്കുലർ ആവേണ്ടത് ആ ലൈനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ കണ്ടോ, എയിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അതിന്റെ കളറൊക്കെ ഒന്ന് മാറ്റി ഭംഗിയാക്കാം. ഒരു ബ്ലൂ കളറൊക്കെ കൊടുക്കാം അല്ലെ, ഇച്ചിരി കാണുന്ന രീതിയിലാക്കാം. റെഡി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇവിടെ സ്ലൈഡർ ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അത് താഴേക്ക് വരും, അത് മേലേക്ക് പോകും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ നോക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഫംഗ്ഷൻ നമ്മളിങ്ങനെ വരയ്ക്കുന്നു, ഇതിൽ x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫിന്റെ മേലെ ഒന്നിൽ കൂടുതൽ തവണ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 അല്ല. ഒരൊറ്റ തവണ ടച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് 1 ആവുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? അതായത് ഇപ്പൊ എങ്ങനെയാ വരിക, ഞാനിവിടെ എടുത്തിരിക്കുന്ന a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4 എടുക്കാന്ന് വിചാരിക്കാം. എയുടെ വാല്യൂ y വാല്യൂ 4 എടുക്കുകയാണ്. ഓക്കെ, y വാല്യൂ 4 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ അണ്ടറിൽ x വാല്യൂ എന്തായിരിക്കും മക്കളെ, നമ്മുടെ ഫംഗ്ഷൻ എന്താ ശരിക്കും, f(x) = x² ആണ്. ഓക്കെ, അപ്പൊ y വാല്യൂ 4 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x വാല്യൂ എന്തായിരിക്കണം, +or-2 ആയിരിക്കണം. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇത് എവിടെ മീറ്റ് ചെയ്യുന്നത്, ഈ പോയിന്റ് ഒന്നും -2 ഇവിടുത്തെ x വാല്യൂ എന്താ, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഫംഗ്ഷൻ x² ആണ്, നമ്മുടെ y വാല്യൂ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ, 0,4 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നല്ലേ നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം അതിന്റെ x വാല്യൂ എന്തായിരിക്കണം, അത് എവിടുന്ന് സ്ക്വയർ കിട്ടണം, -2ന്റെ സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ +2ന്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പൊ ഫംഗ്ഷൻ എന്തായി, 1 അല്ല. കാരണം എന്താ, ഒരേ ഫംഗ്ഷന് രണ്ട് വാല്യൂവിന് ഒരേ ഇമേജ് വന്നു. -2നും 2നും 4 ആണ് ഇമേജ്. 1 ആണോ, അല്ല. -2ന് മാത്രമായിരുന്നു 4 എന്നുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു 1 ആയിരുന്നു അല്ലെ. അപ്പൊ ഈ കേസിൽ എന്താ, രണ്ട് വാല്യൂസിന് ഒരേ ഇമേജ് വന്നു. സോ ഫംഗ്ഷൻ 1 അല്ല. അപ്പൊ ഈ രണ്ട് സ്ഥലത്ത് ഗ്രാഫിന്റെ മേലെ ലൈൻ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വാല്യൂസിന് ഒരേ ഇമേജ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ 1 അല്ല ഫംഗ്ഷൻ. ക്ലിയർ? അപ്പൊ ചിലപ്പോൾ നമ്മുടെ x³ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ, അത് എങ്ങനെയാ പോവാം, അത് ഇങ്ങനെ താഴെ കൂടെ പോകും. അപ്പൊ നമ്മൾ അവിടെ ഗ്രാഫ് വരയ്ക്കായിരുന്നെങ്കിൽ ഒറ്റ തവണ ടച്ച് ചെയ്യുള്ളൂ. എവിടെ കൂടെ പോയാലും y-യുടെ വാല്യൂ ഏതെടുത്താലും ആ സമയത്ത് നമുക്ക് ചിലപ്പം ഒരേ വാല്യൂ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ, അതായത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ പാരലൽ ടു x ആക്സിസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു y ആക്സിസ്, അത് വെച്ച് നമ്മൾ 1 ചെക്ക് ചെയ്യുന്നത്. ഇതേ സാധനം വെച്ച് നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ, എടാ ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഫ്രം R to R ആണ് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ x² എന്ന് പറയുന്ന ഫംഗ്ഷൻ. ശരിയല്ലേ? ഇതിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആക്സിസ് ആണ്. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ x ആക്സിസ് ആണ്.
അതിൻ്റെ ഫങ്ഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഇമേജസ് വരുന്നതൊക്കെ ഏതാണ് y ആക്സിസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾ എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ് ഡൊമെയിൻ, ആറാണ് കോഡൊമെയിൻ. എന്താണ് റേഞ്ച്? അതായത് നമ്മൾ ഫംഗ്ഷൻ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളുടെ കളക്ഷനാണ് റേഞ്ച്, റൈറ്റ്? കോഡൊമെയിനും റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഈ ടോട്ടൽ y ആക്സിസ് ആണ് നമ്മുടെ കോഡൊമെയിൻ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കേ, 0 മേലോട്ട് മാത്രമേ നമുക്ക് വാല്യൂസ് വരുന്നുള്ളൂ, ഫംഗ്ഷണൽ വാല്യൂസ്. പോസിറ്റീവ് വാല്യൂസ് മാത്രമല്ല എക്സ് സ്ക്വയറിൽ വരുള്ളൂ. അപ്പോൾ അതാണ് റേഞ്ച്. അപ്പോൾ കോഡൊമെയിനും റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നത് ഓൺ ടു ആവുന്ന കേസാണ്. എപ്പോഴും ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവുക, ഈ പറയുന്ന കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആവുന്ന സമയത്താണ് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവുക. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ വാല്യൂസിനും പ്രീ ഇമേജ്, അല്ലെങ്കിൽ ഏത് നമ്മൾ കോഡൊമെയിലുള്ള ഏത് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രീ ഇമേജ് ഉണ്ടെങ്കിലാണ് അത് റേഞ്ച് ആയിട്ട് മാറുന്നത്, 1 ഓൺ ടു ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ മൊത്തം കോഡൊമെയിനിലെ വാല്യൂസ്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആറാണ് നമ്മുടെ കോഡൊമെയിൻ. പക്ഷെ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ, റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? ഓൺ ടു അല്ല. ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. എഫ് ഫ്രം ആർ ടു ആർ എന്ന് നമ്മൾ പറഞ്ഞതിൽ കണ്ടോ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ളതിൽ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ. സോ ഇത് എന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു അല്ല. അതും നമുക്ക് ഈ സ്ട്രേറ്റ് ലൈൻ വെച്ച് തന്നെ മനസ്സിലായില്ലേ? കണ്ടോ, ഇവിടെ എവിടെയും ഗ്രാഫ് തൊടുന്നില്ല. സോ ഈ സ്ട്രേറ്റ് ലൈൻ നമ്മുടെ y ആക്സിസിന് മേലുള്ള എല്ലാ പോയിന്റിനും ഒരു തവണയെങ്കിലും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ ഓൺ ടു അല്ല. ക്ലിയർ ആയോ മക്കളെ? 1 ഓൺ ടു നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിമ്പിൾ ആണ്. നമ്മൾ വര വരയ്ക്കുന്നു, ഒന്നിൽ കൂടുതൽ തവണ ഗ്രാഫിൽ തൊടുന്നുണ്ടെങ്കിൽ 1 അല്ല. പിന്നെ തന്നിരിക്കുന്ന റേഞ്ചിനകത്ത് അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസിനാണ് നമ്മൾ ഗ്രാഫിൽ ഒരു തവണയെങ്കിലും ടച്ച് ചെയ്യുന്നത്, അതാണ് റേഞ്ച് വരിക. ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് കോഡൊമെയിൻ, ഓൺ ടു അല്ല എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് ചെയ്യാനുള്ള എന്താണ്? സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അത് 1 ആണോ, ഓൺ ടു ആണോ, റേഞ്ച് എന്താണ്, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഓൾ റൈറ്റ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് നമ്മുടെ ഫസ്റ്റ് കേസ്. നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ, ഫംഗ്ഷന്. സോ ഇൻപുട്ട് ബോക്സ് ഞെക്കുന്നു, ക്യാപ്ഷൻ എഫ് ഫംഗ്ഷൻ കൊടുക്കുന്നു, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാ വേണ്ടത്? എഫ് കൊടുക്കാം, റൈറ്റ്. അപ്പോൾ ഞാനിവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് നമുക്ക് വേണ്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 1 എത്രയാണ് വന്നേ? എക്സ് സ്ക്വയർ പ്ലസ് 2 കൊടുക്കാം, റൈറ്റ്. എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ഈ ഫംഗ്ഷൻ വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് 2 വരുമ്പോൾ എന്തായിരുന്നു? ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേലോട്ട് ഒരു യൂണിറ്റ് 2 യൂണിറ്റ് പോയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും വരിക. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി നോക്കിക്കേ, 1 ആണോ, ഓൺ ടു ആണോ? എക്സ് സ്ക്വയർ എന്തായാലും 1 അല്ലായിരുന്നു. ഇവിടെ നോക്കിയേ, നിങ്ങൾ എക്സിന്റെ ഏത് വാല്യൂസ് എടുത്താലും 2 തവണ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ് ടച്ച് ചെയ്താൽ തന്നെ എന്നല്ല 1 അല്ല. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 1 ഫംഗ്ഷൻ അല്ല. ഇനിയോ ഓൺ ടു ആണോ? ഓൺ ടു എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം ആർ ടു ആർ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ലേ. ആർ ടു ആർ ആണ് നമ്മുടെ ഡൊമെയിനും കോഡൊമെയിനും വരുന്നത്. കോഡൊമെയിനിലുള്ള എല്ലാ വാല്യൂസിൽ കൂടെ നമ്മൾ പോകുമ്പോഴും ഇത് ഗ്രാഫിൽ ഒരു തവണയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ? ടച്ച് ചെയ്യുന്നില്ല. വൈ ആക്സിസിലെ എല്ലാ പോയിന്റിനും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. 2 തൊട്ട് ഇൻഫിനിറ്റിയിലേക്കാണ് ഇതിന്റെ വാല്യൂസിലെ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുള്ളൂ. അതായത് എൻ്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് 2 to ഇൻഫിനിറ്റി ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓൺ ടു അല്ല, 1 അല്ല, റേഞ്ച് വരുന്നത് ക്ലോസ്ഡ് 2 to ഇൻഫിനിറ്റി. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 3x എക്സ് ക്യൂബ് മൈനസ്, ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3 ഓക്കെ. ആഹാ, നല്ല ഭംഗിയുടെ ഒരു ഗ്രാഫ് അല്ലേ? ഇവിടെ 1 ആണോ? നിങ്ങൾക്ക് ഈ വര ഇല്ലാണ്ട് തന്നെ മനസ്സിലാവും. കാരണം ഇത് നോക്കി, ഇങ്ങനെ വരുന്നുണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ. ഇവിടെ കൂടെ വരച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് 1 അല്ല. 3 തവണയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും 1 അല്ല. ഓൺ ടു ആണോ മക്കളെ? ഓൺ ടു ആണോ? ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് നമ്മുടെ. അതായത് വൈ ആക്സിസിലുള്ള ഏത് വാല്യൂയിലൂടെ നിങ്ങൾ നീക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗ്രാഫിൽ ഒരു തവണയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ? ഒരു തവണയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഓൺ ടു ആണ്. 1 അല്ല, ഓൺ ടു ആണ് അല്ലേ? അപ്പോൾ റേഞ്ച് എന്ത് വരും? എൻറ്റയർ 6 വരും. എൻറ്റയർ 6 മൊത്തത്തിൽ വരും. ഓക്കെ, സോ ഓൺ ടു ആണ്, റൈറ്റ്. ഇനി നോക്കിയേ, അപ്പം ഓൺ ടു അല്ലാത്ത കേസിലേ നിങ്ങൾക്ക് 6 വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കോഡൊമെയിനും റേഞ്ചും സെയിം തന്നെ ആയിരിക്കും. 3 sin x നോക്കിക്കേ, 3 sin x, 3 into sin x അല്ലേ? 3 into sin of x. ആഹാ, ഇവിടെ നോക്കിയേ, എന്താ വ്യത്യാസം? ഓൺ ടു ആണോ, 1 ആണോ? അയ്യോ, ഒന്നുമല്ല അല്ലേ? ഒരുപാട് ടച്ച് ചെയ്യുന്നുണ്ട്. 1 അല്ല. ഓൺ ടു ആണോ? റേഞ്ചിൽ മൊത്തം പോകുന്നുണ്ടോ? ഇല്ല. എക്സ് ആക്സിസിൽ ഇവിടെയൊന്നും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല അല്ലേ? നമ്മൾ R to R അല്ലേ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും? നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെ ഇതിന്റെ വാല്യൂസ് വരുന്നത്? ദാ ഇവിടെ സൈനിന്റെ വാല്യൂ നമുക്കറിയാം. സൈനിന്റെ റേഞ്ച് -1 to 1 ആണ്. ക്ലോസ്ഡ് -1 to 1 ആണ് റേഞ്ച്. അപ്പോൾ 3 into എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരും. കണ്ടോ, 3ലാണ് വരുന്നത്. അപ്പോൾ 3 +3 -3. അപ്പം ക്ലോസ്ഡ് -3 to 3 ആയിരിക്കും നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമുക്ക് നോക്കിയേ, കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 1 ഓൺ ടു ആണെന്ന് നോക്കുക, റേഞ്ച് കണ്ടുപിടിക്കാം. ഓൾ റൈറ്റ്. ഇതിൽ f of x equal to x minus 2, x minus 3.
ഇനി നമുക്ക് കുറച്ചുകൂടെ ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ് മൈനസ് 2/x-3. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് x-2 കൊടുക്കുക, ബ്രാക്കറ്റിന് പുറത്ത് സ്ലാഷ് ഇട്ടിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് x-3 കൊടുക്കുക. അപ്പോഴാണ് കുറച്ചൊരു ഭംഗിയിൽ വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഈ എഫ് ഒന്ന് ഈ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫംഗ്ഷൻ വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കട്ടെ, x-2/x-3. അപ്പോൾ ഇവിടെ ഡെഫിനേഷൻ നോക്കിക്കേ, r-3ഉം r-1ഉം അതാണ് ഡൊമെയിനും റേഞ്ചും വരുന്നത്. കാരണം എന്താ, എക്സ് ഇവിടെ എക്സ് 0 ആയി കഴിഞ്ഞാൽ 3 ആയി കഴിഞ്ഞാൽ താഴെ 0 ആവും. അപ്പോൾ അത് ഡിഫൈൻഡ് ആവില്ല, അതുകൊണ്ടാണ് വന്നേക്കുന്നത്. ഇനി നോക്കിക്കേ, ഇത് 1-1 ഫംഗ്ഷൻ ആണോ, 1-2 ഫംഗ്ഷൻ ആണോ? ഇതിങ്ങനെ സ്ലൈഡർ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ വേണമെങ്കിലും മീറ്റ് ചെയ്തിട്ട്. ഇവിടെ നിങ്ങൾക്ക് തോന്നും ഇത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇതൊന്നും എവിടെയും മീറ്റ് ചെയ്യുന്നില്ല. ഓൾ റൈറ്റ്, അത് നമുക്ക് ചെറിയ ചെറിയ പോയിന്റ്സിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു 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 പോയിന്റ്സ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് 1-1 ആണ് എന്ന് പറയാം. ഓക്കെ, ഓരോ പോയിന്റിലും ഓരോ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഓൺ-ടു ആണോ, ഓൺ-ടു ആണെന്ന് എങ്ങനെ പറയാം, എക്സ് ആക്സിന് മേലുള്ള വൈ ആക്സിന് മേലുള്ള എല്ലാ പോയിന്റിലും ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത് അല്ലേ. യെസ്, അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് 1-1ഉം ഓൺ-ടു ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഓൺ-ടു ആണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും, നമ്മുടെ കോഡൊമെയിൻ തന്നിരിക്കുന്ന ഈ r-1 എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിന്റെ റേഞ്ച് വരിക, വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ കേസ് നോക്കിക്കേ, x/x+2 ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. സോ നോക്കിയേ, അപ്പോൾ x/x+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. പക്ഷേ ഇത് നോക്കിക്കേ, ഇതിന്റെ ഡെഫിനേഷൻ നോക്കിക്കേ, -1 to 1 ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1ൽ നിന്ന് -1 1/3ലേക്കാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, -1 1 to 1ൽ നിന്നാണ് നമ്മുടെ ഡൊമെയിൻ വരുന്നത്. അതായത് ഡൊമെയിൻ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഞാൻ ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ വരച്ചു. ഇനി ഞാനിവിടെ ആ ഡൊമെയിൻ്റെ റെസ്ട്രിക്ഷൻ ചെയ്യാണ്, ഞാൻ ഇഫ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇഫ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ കണ്ടീഷൻ ദെൻ എന്ന് വരും. ഓക്കെ, ആ കണ്ടീഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇഫ് ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്, ഡൊമെയിൻ വരുന്ന എവിടെ തൊട്ട് എവിടെ വരെയാണ്, എക്സിന്റെ വാല്യൂ -1 to 1 ആണ്. അതായത് നമ്മൾ കൊടുക്കേണ്ടത് -1 less than or equal to -1 less than or equal to x less than or equal to 1 കോമ f അല്ല ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് p ആണ് നമ്മുടെ ഫംഗ്ഷൻ വരേണ്ടത് അല്ലേ. p അങ്ങനെയാണെങ്കിൽ p നമ്മൾ പ്ലോട്ട് ചെയ്യാം. നോക്കിയാൽ മക്കളെ, ഇവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? സി എന്താ സംഭവിച്ചത്, നമ്മുടെ വൈൽഡ് പി ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ്. അതായത് ഇപ്പം നമ്മൾ ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്തു. നമ്മൾ ആദ്യം ഈ പി വരച്ചത് x/x+2 എന്ന് പറയുന്ന ഫംഗ്ഷൻ വരച്ചത് എങ്ങനെയായിരുന്നു, ടോട്ടലി ആറിൽ നിന്ന് ആറിലേക്ക് എന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരു റെസ്ട്രിക്ഷനും വെക്കാതെയാണ് വരച്ചത്. പക്ഷെ നമ്മൾ കണ്ടീഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് -1ൽ നിന്ന് 1ൽ വരെയുള്ള ഡൊമെയിൻ ആണ് വരുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് -1 to 1 എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവെൽ. അപ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. എങ്ങനെ ലെസ് ദാൻ ഈക്വൽ ടു കൊടുത്താൽ നിങ്ങളുടെ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു, സിമ്പിൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രൗൺ ഇതാണ് വരിക. ഇനി ഇതിന്റെ 1-1 on-2 കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്. സ്ലൈഡർ നീക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാക്ട്ലി ഒരു പോയിന്റിൽ മാത്രമേ തൊടുന്നുള്ളൂ അല്ലേ, എല്ലാ സ്ഥലത്തും ഒരു പോയിന്റിലല്ലേ തൊടുന്നുള്ളൂ. സോ 1-1 ആണ്. ഓൺ-ടു ആണോ, ഓൺ-ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താ, നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ, -1 to 1/3 ആണ്. അപ്പോൾ കുഴപ്പമില്ല, -1 to 1/3 ആ ചോദിച്ചിട്ടില്ല, ഇവിടെ -1 to 1/3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഓൺ-ടു ആണ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് കോഡൊമെയിൻ അതായതുകൊണ്ട് കുഴപ്പമില്ല, റേഞ്ചും അത് തന്നെയാണ്. സോ 1-1 on-2 ആയിട്ടാണ് വരിക. ഇതിന്റെ റേഞ്ച് എന്താ മക്കളെ വരുന്നത്, ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1/3. ക്ലിയർ അല്ലേ, അങ്ങനെയാണ് വരുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്, എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത്. അടുത്ത നോക്കിക്കേ, r ഡിഫൈൻഡ് ബൈ f(x) x/1 + മോഡുലസ് ഓഫ് x. നമ്മൾ അടുത്ത ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഇതുകൂടെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. f is equal to x divided by 1 plus modulus of x. നമ്മൾ എങ്ങനെയായിരുന്നു മോഡുലസ് ഓഫ് എടുക്കുക, ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണം അല്ലേ. 1 plus abs of x. ഓക്കെ, ഇങ്ങനെയാണ് വരിക. x divided by 1 plus modulus of x. എന്താ അവസ്ഥ, 1-1 അല്ലേ. ഇവിടെ കൂടെ പോകുമ്പോഴും നമുക്ക് ഇതല്ലേ കിട്ടുന്നത്, 1-1 ആണ്. ഓൺ-ടു ആണോ, r-to r ആണെങ്കിൽ ഓൺ-ടു അല്ല അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വാല്യൂസ് ഒന്നും വരുന്നില്ല. സോ ഓൺ-ടു അല്ല. ക്ലിയർ അല്ലേ. യെസ്, റേഞ്ച് എന്തായിരിക്കും വരിക, ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. റേഞ്ച് നോക്കി നമ്മൾ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് എത്ര പോയാലും -1നും 1നും ഇടയിലായിരിക്കും വാല്യൂ വരിക. സോ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് -1 1 ആണ്.
ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് നിങ്ങൾ ഈ ആക്ടിവിറ്റി 2 വരെ ചെയ്യേണ്ടത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ റേഞ്ച് ഓഫ് എൻ ഓൺ ടു ഫംഗ്ഷൻ? എന്താ റേഞ്ചിന്റെ പ്രത്യേകത? റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ്. ഇനിയുള്ളത് തേർഡ് ആക്ടിവിറ്റി ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ ചില ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും അല്ലെങ്കിൽ കോഡൊമെയിനും ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ വൺ ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ അതിന്റെയാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രൊസീജിയർ നോക്കിയേ. നമ്മൾ ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം അല്ലേ? സേവ് ചെയ്തിട്ട് ആക്ടിവിറ്റി 8.2 8 അല്ലല്ലോ 18.2 യെസ് ഓക്കെ. എന്നിട്ട് നമ്മൾ പുതിയ ഫയൽ എടുക്കുന്നു. ഇതിലാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണം. x²+1 എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു 6 നിന്ന് 6 ഓക്കെ. അപ്പോൾ എന്തായിരിക്കും? ഒരു അപ്വേർഡ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഇവിടെ ഫിഗറിൽ കാണുന്ന പോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും. എന്നിട്ട് അതിന് നമ്മൾ കോഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്തിട്ട് അതിനൊന്നും കൂടെ റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കാം. x²+1 x²+1 ഓക്കെ, കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോണേ? സോ നമ്മളിവിടെ x²+1 എന്ന് പറയുന്ന ഗ്രാഫ് വരച്ചു. ഇനി ഇതിന്റെ 1 ആണോ ഓൺ ടു ആണോ? നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും. എന്തായാലും നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്രാഫ് നേരത്തെ നോക്കിയിരുന്നു. 1 അല്ല ഓൺ ടു അല്ല. നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 2 തവണ ടച്ച് ചെയ്യുന്നുണ്ട്, 1 അല്ല. ഈ വല ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ y വാല്യൂവിൽ ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല. സോ എന്തായി? ഓൺ ടു അല്ല. അപ്പോൾ ഇതിനെ ഒന്ന് കോഡൊമെയിനും ഡൊമെയിനും ഒക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയടാ, ഇവിടുന്ന് റേഞ്ചും കോഡൊമെയിനും ഒന്നാക്കി കഴിഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷൻ ആയി അല്ലേ? അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്താ ശരിക്കും? ക്ലോസ്ഡ് 1 തൊട്ട് മേലേക്കുള്ളതാണ് റേഞ്ച്. അപ്പം നമ്മൾ കോഡൊമെയിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നു? ക്ലോസ്ഡ് 1 to infinity എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 ഓൺ ടു ആയി. ഇനി 1 ആക്കണമെങ്കിൽ എന്ത് വേണം? 1 ആക്കണമെങ്കിൽ നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്താവണമായിരുന്നു? അതിങ്ങനെ ഇവിടെ ടച്ച് ചെയ്യാതെ, ഒരു സൈഡിൽ ടച്ച് ചെയ്യാതെ ആവണമായിരുന്നു. അതായത് ഈ പോസിറ്റീവ് 1 തൊട്ട് ഇങ്ങോട്ട് ഈ വലതുവശത്തേക്ക് മാത്രം ഉള്ളതോ അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാത്രം ഉള്ളതോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താവൂടാ? ഇതൊരു 1 ഫംഗ്ഷൻ ആവും. സോ നമ്മൾ ഇവിടെ കണ്ടീഷൻ വെക്കുകയാണ്. ഇഫ് അടിക്കുന്നു. ഓക്കെ, ഇഫ് കണ്ടീഷൻ. യെസ്, എൻ്റർ കൊടുക്കുക. ഇഫിൻ്റെ ഉള്ളിൽ എന്താ വേണ്ടേ? നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ എഫ്, ദെൻ എഫ്. അതായത് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാ ഫംഗ്ഷൻ വന്നേ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടോ? അതായത് വലതു ഭാഗത്തേക്ക് മാത്രമുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഞാൻ വീണ്ടും ഇഫ് അടിക്കുകയാണ്. ഇതൊരു പോസിബിലിറ്റിയാണ്, ഇതൊരു 1 ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ എന്താ, വീണ്ടും ഇഫ് കണ്ടീഷനിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ എഫ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് വരും. കണ്ടോ, ഇതും 1 ആണ്, ഇതും 1 ആണ്. ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടല്ലോ മക്കളെ? എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇതാണ് ഫംഗ്ഷൻ വരാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് കണ്ടീഷൻ. അവിടെ ഞാൻ ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്തു. എൻറ്റയർ എക്സ് ആക്സിൽ നിന്ന് എക്സ് ഒന്നുകിൽ പോസിറ്റീവ് മാത്രം എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ, 1 ആയി. ഇനി തിരിച്ചിങ്ങോട്ടാണെങ്കിലോ, ഞാൻ h of x എടുക്കുന്നുണ്ടെങ്കിലോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മാത്രം എടുത്തു. ഇങ്ങോട്ടുള്ള മാത്രം 0 to നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 0 എടുത്തു. ആ സമയത്താണെങ്കിലും നമുക്ക് 1 ഫംഗ്ഷൻ തന്നെയാണ് വരിക. അപ്പം നമ്മൾ കോഡൊമെയിനെ റേഞ്ച് ആക്കി വെച്ചു അല്ലേ? അതായത് 1 to infinity, ക്ലോസ്ഡ് 1 to infinity എന്നുള്ളത് കോഡൊമെയിൻ ആയിട്ടും അതുപോലെ ഡൊമെയിൻ റെസ്ട്രിക്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്ത് ഫംഗ്ഷനായി? ബൈജക്റ്റീവ് ഫംഗ്ഷനായി. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് x - 2 എന്താ ചെയ്യേണ്ടത്? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 2. കണ്ടോ, ഞാൻ ഈ ഫംഗ്ഷൻ ഹൈഡ് ചെയ്യുന്നുണ്ട് ഹെച്ചിനെ. ഇതെന്താ സംഭവിച്ചേ? റൈറ്റ് ഷിഫ്റ്റ് സംഭവിച്ച ഒരു ഗ്രാഫാണ്. എടാ ഇത് 1 ആണോ? അല്ല. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മുന്നോട്ട് പോകും, മേലോട്ട് പോകുമ്പോൾ 2 സൈഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓൺ ടു ആണോ? അല്ല. കാരണം ഈ താഴേക്കുള്ള y വാല്യൂസിനൊന്നും വരുന്നില്ല, വാല്യൂസ് വരുന്നില്ല. അപ്പോൾ രണ്ടും റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുക? നോക്കിയേ, ഇതിന്റെ റേഞ്ച് എവിടുന്ന് എങ്ങോട്ടാണ് വരുന്നത്? അതായത് 0 തൊട്ട് മേലേക്കുള്ള എല്ലാ y വാല്യൂസിനും നമ്മൾ ഇവിടെ കൂടെ നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇനി അതൊന്ന് ഇമാജിനറി ആയിട്ട് ചെയ്തുകൂടെ? നിങ്ങൾക്ക് വര വേണമെന്നില്ലല്ലോ. ഇങ്ങനെ ഒരു വര ഇമാജിൻ ചെയ്യുക, മേലോട്ട് കൊണ്ടുപോകുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 0 to infinity, ക്ലോസ്ഡ് 0 to infinity ആണ് എന്ത് വരിക മക്കളെ? റേഞ്ച് വരിക. അല്ലെങ്കിൽ കോഡൊമെയിൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ക്ലോസ്ഡ് 0 to infinity ആണ്. ഓക്കെ, അതവിടെ സംഭവിച്ചു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? നമ്മുടെ ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യുക? കണ്ടില്ലേ, ഇപ്പോൾ 2 നിന്ന് മേലോട്ടേക്ക്, അല്ലെങ്കിൽ 2 നിന്ന് ലെഫ്റ്റിലേക്ക്, ഒന്നുകിൽ 2 റൈറ്റിലേക്ക്. സോ ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് എന്താ വരുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ എന്ത് വരയ്ക്കുക? നമ്മുടെ ഫംഗ്ഷൻ ഏതാ? പി ആണ് അല്ലേ? ഫംഗ്ഷൻ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഫംഗ്ഷൻ്റെ എഫ് എന്ന് എപ്പോഴും കൊടുത്താൽ വരില്ല, കാരണം ഇവിടെ നമ്മൾ പി ആയിട്ടാണ് നമുക്ക് ഈ ഫംഗ്ഷൻ കിട്ടിയേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ
പുതിയ ഫംഗ്ഷൻ വന്ന് ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്ന് കണ്ടോ. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഡൊമെയിൻ? 2 തൊട്ട് ഇങ്ങോട്ട്, 2 തൊട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ 2 to infinity, close to infinity, close to 2 to infinity. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്തായിരിക്കും? -infinity to close to 2. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മുടെ സാധനങ്ങൾ വരിക. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കിക്കുക. അടുത്തതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. x² - 3x + 3. x² minus 3x plus 3. നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്തായാലും 1 1 അല്ല. 1 1 ആവണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പോയിന്റ് വേണമല്ലോ. ഇന്ന പോയിന്റിൽ നിന്ന് വലത്തോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടുത്തെ മിനിമം പോയിന്റ് ഏതാണെന്ന് നമുക്ക് അറിയണം. പക്ഷെ നേരത്തെയൊക്കെ നമുക്ക് കറക്റ്റ് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം വേണം. നമ്മുടെ ഈ ആംഗിളിൻ്റെ താഴെ, ആംഗിളിൻ്റെ ഏറ്റവും ഇടയിൽ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കണ്ടോ? അയാളെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഭാഗത്തുള്ള മൊത്തം ഏരിയൻ്റെ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇൻ്റഗ്രലും ഏരിയ ഒന്നും നമുക്ക് വേണ്ട. മിനിമം വാല്യൂ കണ്ടോ മക്കളെ? 1.5, 0.75 എന്നൊരു വാല്യൂ ഉണ്ടോ? 1.5, 0.75 ആണ് ഇവിടുത്തെ മിനിമം വാല്യൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ എക്സ് വാല്യൂ 1.5 ആണ്, 1.5 ആണ്. ആൻഡ് വൈ വാല്യൂ എത്രയായിരിക്കും? വൈ വാല്യൂ 0.75 ആയിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1.5ഉം വൈ വാല്യൂ വരുന്നത് 0.75ഉം. അതായിരിക്കും നമ്മുടെ അവിടുന്ന് ആണ് നമ്മൾ റെസ്ട്രിക്ഷൻ വെക്കേണ്ടത്. ക്ലിയർ ആയോ? ഡൊമെയിനിൽ നമ്മൾ റെസ്ട്രിക്ഷൻ വെക്കേണ്ടത് 1.5ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. മനസ്സിലായോ? 1.5ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്. റേഞ്ചിൽ നമ്മൾ വെക്കുന്നത് എങ്ങോട്ടായിരിക്കും? റേഞ്ചിൽ നമ്മൾ വെക്കേണ്ടത് 0.75ൽ നിന്ന് മേലേക്ക് ഇൻഫിനിറ്റിയിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കോഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇവിടെ നമ്മൾ ഇഫ് കൊടുത്തിട്ട് ഇഫിൽ x greater than or equal to 1.5 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ r ആണ് നമ്മുടെ ഫംഗ്ഷൻ. കണ്ടോ കറക്റ്റ് വന്നത് കണ്ടോ? എസ് വന്നത് കണ്ടോ? യെസ് മക്കളെ. സോ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മുടെ കോഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടെ കിട്ടി, നമ്മൾ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ചെയ്തപ്പം നമുക്ക് കിട്ടിയ വൈ വാല്യൂ എത്രയായിരുന്നു? നമുക്ക് കിട്ടിയത് 0.75 അല്ലേ? അപ്പോൾ 0.75 തൊട്ട് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും നമ്മുടെ കോഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് നമുക്ക് കറക്റ്റ് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്ത് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ആംഗിളിന് ഏറ്റവും താഴെ ഉണ്ട് കേട്ടോ. ഇനി മോഡുലസ് ഓഫ് സൈൻ എക്സും ഉണ്ട്. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി തീർന്നു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സൈൻ എക്സ്. ഓക്കെ, ഇതിനെങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്? ഇതിനെ നമുക്ക് നോക്കിയേ, ഇതിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? 1 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് 1 1 on 2 അല്ലാതെ എന്തായാലും നമുക്കറിയാം. അപ്പോൾ ഇതിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? ഇത് ഓൾറെഡി ടിക്നോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ് ആക്സിസിലെ വാല്യൂസ് ഇപ്പോൾ 1 2 3 എന്നല്ലേ പറഞ്ഞ് കിടക്കുന്നത്. നമുക്കൊന്ന് മൊത്തത്തിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? നമുക്കിത് ഒന്ന് π/2ലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വരുമ്പം എക്സ് ആക്സിസ് ആണ് നമുക്ക് മാറ്റേണ്ടത്. അതിൽ ഡിസ്റ്റൻസിൽ നമുക്ക് ചിലപ്പോൾ 1 2 3 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് π/2 ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ 0 π/2 അങ്ങനെ മാറി വരും. നിങ്ങൾ ജസ്റ്റ് ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇതിലാണ് എക്സ് ആക്സിസ് മാറ്റിയിട്ട് ഡിസ്റ്റൻസ് π/2 ആക്കി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1 1 ആക്കാനുള്ള കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് നോക്കിക്കേ, ഇപ്പം ഈ ഒരു സെക്ഷൻ എടുക്കുക, 0 to π എന്നുള്ള സെക്ഷൻ മാത്രം എടുക്കുക, ബാക്കിയൊക്കെ ഞാൻ റിമൂവ് ചെയ്തേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്രാഫ് നീങ്ങുന്ന സമയത്ത് അത് 1 1 അല്ല. അപ്പം നമുക്ക് 0 to π/2 എന്ന് പറയുന്ന ഒറ്റ സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ 1 1 ആവുള്ളൂ. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കണം? ഇഫ് കണ്ടീഷൻ എന്തായിരിക്കണം? 0 തൊട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആയിരിക്കണം അല്ലേ? π/2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഏതാ? ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, കണ്ടോ അതേതാ വന്നേ? നോക്കിയേ, കണ്ടോ 0 to π/2. ഇപ്പോൾ ഇതെന്ത് ഫംഗ്ഷനായി? 1 1 ഫംഗ്ഷനായി. നേരത്തെ എന്തായിരുന്നു കേസ്? ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 to π/2 ഇങ്ങനെ മൊത്തത്തിൽ പോകുമ്പോൾ 1 1 അല്ലായിരുന്നു. നമ്മൾ എവിടെ നിന്നിട്ട് എവിടെ വരെ റെസ്ട്രിക്ട് ചെയ്തു? 0 to π/2 വരെ ആക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഇത് 1 1 ആണ്. അപ്പോൾ ഇത് ഓൺ ടു ആണെങ്കിൽ കേസ് എന്തായിരുന്നു? നമ്മുടെ സൈൻ എക്സ് 0 to 1 അല്ലേ? 0 to 1ലേക്ക് ഇതിൻ്റെ കോഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്യാം. മൊത്തം 6ൽ നിന്ന് 0 to 1ലേക്ക്, അല്ലെങ്കിൽ -1 to 1 ആയിരുന്നു ഇതിൻ്റെ റേഞ്ച് വരിക സാധാരണ. അപ്പോൾ അതിനെ മോഡുലസ് ആയതുകൊണ്ട് 0 to 1 എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ, അതുപോലെ ഗ്രാഫ് മാറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ
ബാക്കിയൊക്കെ സംഭവം സെറ്റാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്ന കൺസെപ്റ്റുകളില്ലേ, അതായത് +2 കൺസെപ്റ്റൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻറ്റ് കൂടെയാണിത്. ഓക്കെ മക്കളെ? സോ ഇത്രയുമാണ് നമുക്ക് ലാബ് 18 ഫങ്ഷൻസിൽ പറയാനുള്ളത്. 1 on 2 ആൻഡ് ബൈജക്റ്റീവ് ഫങ്ഷൻസ്.